ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൈലാക്കിൻ്റെ സെക്കൻഡ് ബേസ് മോഡലിനെ പറ്റിയാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഈ വാഹനത്തിൻ്റെ ഈ വേരിയൻ്റ് തന്നെയായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കതിൻ്റെ അകത്ത് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും മിക്കതും അവൈലബിൾ ആണ്. ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടി അഡീഷണൽ സാധനങ്ങൾ വരും, കംഫർട്ടും കൺവീനിയൻസ് ഒക്കെ കൂടുന്ന പോലെ. പക്ഷേ എന്നാലും ഇത് അത്യാവശ്യം നല്ലതാണ്. നമ്മളിപ്പോൾ ടോപ്പ് ആൻഡ് വേരിയൻ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 4 ലക്ഷത്തിന് മുകളിലായിട്ട് ഈ വാഹനത്തിന് ഡിഫറൻസ് വരുന്നുണ്ട്. എന്തായാലും ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് ബേസ് മോഡൽ മുതൽ തന്നെ LED ഹെഡ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. സോ ഈ വേരിയൻറ്റിലും LED ലൈറ്റ്സ് ഉണ്ട്. ടോപ്പ് മോഡൽ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പ്രൊജക്ടർ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് അവർ സാധാരണ റിഫ്ലക്ടർ ബേസ്ഡ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കോർണറിംഗ് ഫോഗ് ലാംപ്സ് ടോപ്പ് എൻഡിൽ LED ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് തന്നെ. താഴത്തായിട്ട് അഡീഷണൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എന്നാലും ഇതിൻ്റെ അകത്ത് നമുക്ക് സെക്കൻഡ് ബേസിൽ ആ ഒരു സംഭവം അവൈലബിൾ ആയിരിക്കില്ല. അതിന് ഒരു ലൈറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ DRLs ആയിക്കോട്ടെ, സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അതൊക്കെ നമുക്ക് LED ആയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. അവിടെ ഒന്നും വേറെ കുഴപ്പമില്ല. പിന്നെ ഈ താഴത്ത് കാണുന്ന സിൽവർ എലമെൻറ്റ്, അതായത് സ്കിഡ് പ്ലേറ്റ് പോലത്തെ സാധനം നമുക്ക് ഇതിൻ്റെ ബേസ് മോഡൽ അവൈലബിൾ അല്ലെങ്കിലും സെക്കൻഡ് ബേസ് മുതൽ അവൈലബിൾ ആണ്. ഗ്രില്ലെല്ലാം എല്ലാത്തിലും സെയിം ആണ്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വേരിയൻറ്റ്, അതായത് സെക്കൻഡ് ബേസ് എന്ന് പറയുമ്പോൾ ഡോർ ഹാൻഡിൽസിൽ നമുക്ക് ക്രോം എലമെൻറ്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ രണ്ടും ബോഡി കളറാണ്. അതായത് ഡോർ ഹാൻഡിൽസ് ആയാലും ORVMs ആയാലും സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ORVMs തന്നെയാണ് വരുന്നത്. മാത്രമല്ല നമുക്ക് ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് കിട്ടുന്നത്. അവിടെയും കുഴപ്പമില്ല. ഇതിപ്പം ശരിക്കും ഈ ഒരു വേരിയൻറ്റ് അല്ലാത്തതുകൊണ്ടാണ് മുകളിൽ സൺറൂഫ് കാണുന്നത് എക്സ്റ്റീരിയറിൽ. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ സൺറൂഫ് ഈ മോഡൽ എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ വീൽസിൻ്റെ കേസിലൊക്കെയാണെങ്കിൽ 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് മുതൽ കിട്ടുന്നത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ ഇതുവരെ ഈ സെഗ്മെൻറ്റിൽ ആരും സെക്കൻഡ് ബേസ് മോഡൽ മുതൽ അലോയ്സ് കൊടുക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ എന്തായാലും സ്ക്വാഡ് അത് ചെയ്തിട്ടുണ്ട്. 205 60 R16s ആണ് ടയർ സൈസ് വരുന്നത്. ബേസ് മോഡൽ മുതൽ നമ്മുടെ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ സിഗ്നേച്ചർ പ്ലസ് വരെ ഈ ഒരു സെയിം അലോയ്സ് തന്നെയാണ്. ഈ സെയിം ടയർ സൈസ് ആണ് വരുന്നത്. ബേസ് മോഡൽ അലോ ഇല്ല. സിഗ്നേച്ചറിലും സിഗ്നേച്ചർ പ്ലസിലും 16 ഇഞ്ച് അലോയ്, ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 17 ഇഞ്ച് അലോയ്. ഇനി ബാക്കിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ബേസ് മോഡലിൽ ഈ ഒരു നമ്മുടെ ടെയിൽ ലാംപ്സ് കണക്ട് ചെയ്യുന്ന ബ്ലാക്ക് എലമെൻറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. പക്ഷേ എന്തായാലും സെക്കൻഡ് ബേസ് നമ്മളിപ്പോൾ നോക്കുന്ന സിഗ്നേച്ചർ വേരിയൻറ്റ് മുതൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ റിയർ ഡീഫോഗർ ഉണ്ടാവും. റിയർ ക്യാമറ ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം ഉണ്ട്, അതുകൊണ്ട് അത് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് വെക്കാൻ പറ്റും, കുഴപ്പമില്ല. അതുപോലെ തന്നെ റിയർ സ്കിഡ് പ്ലേറ്റ്സും നമുക്ക് ഈ ഒരു സെക്കൻഡ് ബേസ് മോഡൽ മുതൽ കിട്ടുന്നുണ്ട്. ടെയിൽ ലാംപ്സ് ബേസ് മോഡൽ മുതൽ LED ആണ്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് LED ആണെങ്കിലും അതിൻ്റെ അകത്ത് ഡിഫറൻസ് വരുന്ന സൈഡ് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും കൂടെ അവർ പ്രസ്റ്റീജ് വേരിയൻറ്റിൽ LED ആക്കും. പക്ഷേ ഈ ഒരു മോഡൽ അത് രണ്ടും LED അല്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് ടെയിൽ ലാംപ്സ് കാണാനൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് റൂഫ് റെയിൽസും അതുപോലെ ആൻറ്റിന അവൈലബിൾ ആണ്. റൂഫ് റെയിൽസ് ഇതിൻ്റെ അകത്ത് വരുന്ന ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. ടോപ്പ് മോഡലും സെയിം ആണ്. ആൻറ്റിന പക്ഷേ സെക്കൻഡ് ബേസിൽ നമുക്ക് സാധാരണ റബ്ബറൈസ്ഡ് ആൻറ്റിനയാണ് വരുന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റിന അല്ല വരുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കിട്ടും. പിന്നെ റിയർ ബമ്പറിൽ വരുന്ന റിഫ്ലക്റ്റേഴ്സും അതുപോലെ റിയർ പാർക്കിംഗ് സെൻസേഴ്സും ഒക്കെ സ്റ്റാൻഡേർഡ് ആണ്. അതിലൊന്നും വേറെ വ്യത്യാസമില്ല. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് ബേസ് മോഡൽ, അതായത് സിഗ്നേച്ചറിൽ പറയാൻ പറ്റുന്ന എക്സ്റ്റീരിയറിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് അഡീഷണൽ കിട്ടുന്നത് എന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ ഡാഷ്ബോർഡ് ലേഔട്ട് നോക്കുകയാണെങ്കിൽ ബേസ് മോഡലും അതുപോലെ ഈ ഒരു വേരിയൻറ്റിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡാഷ്ബോർഡ് ലേഔട്ടാണ് വരുന്നത്. ബേസ് മോഡൽ ഇത്തിരിയും കൂടെ ബേസിക് ആണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു എലമെൻറ്റ് പോലെ, അതായത് നടുവിലൊരു പാറ്റേൺ പോലെ ഒരു സിൽവർ പോലത്തെ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ഡാഷ്ബോർഡ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പം ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ സൈഡിൽ ആ ഒരു ചെറിയ സിൽവർ ലൈനിങ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് കുറേയൊക്കെ സിൽവർ എലമെൻറ്റ്സിൽ തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാണാൻ കുറച്ചുകൂടെ പ്രീമിയം ആയിരിക്കും. ഇവിടെയും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡ്യുവൽ ടോൺ ക്യാബിൻ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇതിന് മുന്നത്തെ കുഷാക്കിലും സ്ലാവിലൊക്കെ റാറ്റിൽ ചെയ്തുകൊണ്ടിരുന്ന എലമെൻറ്റ്സ് ഒക്കെ അവരെടുത്ത് മാറ്റി കുറച്ചും കൂടെ നല്ലൊരു ഡിസൈനിലേക്ക് പോയിട്ടുണ്ട്. സോ ഇനിയിപ്പം റാറ്റ്ലിംഗ് ഇഷ്യൂസ് അധികം ഉണ്ടാവില്ല. ഇനി സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് അല്ല, പക്ഷേ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ അതിൻ്റെ അകത്ത് കൺട്രോൾസും അതുപോലെ റോട്ടറി ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള നോബ്സും ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ബേസിലും അതുപോലെ തന്നെ സെക്കൻഡ് ബേസിലും ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗിൻ്റെ ഓപ്ഷനും കിട്ടും. ബേസ് മോഡലിലേക്ക് വരുമ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ഇൻഫോടൈം സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നിൻ്റെയും കൺട്രോൾസ് ഉണ്ടാവില്ല. ഇതിൽ പക്ഷേ കൺട്രോൾസ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് 3.5 ഇഞ്ചസിൻ്റെ ചെറിയ LCD ഡിസ്പ്ലേ വരുന്ന MID ഉള്ള സെമി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എഗൈൻ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ സിഗ്നേച്ചർ പ്ലസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ കിട്ടും. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തായാലും ഇതാണ്. പക്ഷേ ഇത് കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഡോർ പാഡ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഇൻസൈഡ് ക്രോം ഡോർ ഹാൻഡിൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ 4 പവർ വിൻഡോ സ്വിച്ചസ് കാണാം. ഡ്രൈവർ സൈഡിൽ ഓട്ടോ അപ്പ് ഡൗൺ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMsൻ്റെ കൺട്രോൾസും കാണാൻ പറ്റും. ഡോർ പാഡ്സിലായിട്ട് ചെറിയൊരു ഫാബ്രിക് ഫിനിഷുകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സോ അവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടച്ച് തന്നെയാണ് ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് സെൻറ്റർ കൺസോളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് ഡിഫറൻസ് അറിയാൻ പറ്റുന്നത്. അതായത് ഇൻഫോടൈം സിസ്റ്റം ബേസ് മോഡൽ ഇൻഫോടൈം സിസ്റ്റം ഇല്ല. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ 2 വേരിയൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 10.25 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോടൈം സിസ്റ്റം കിട്ടും. ഈ വേരിയൻറ്റിൽ പക്ഷേ നമുക്ക് 7 ഇഞ്ച് മാത്രം സൈസ് വരുന്ന ചെറിയ ഇൻഫോടൈം സിസ്റ്റമാണ് കിട്ടുന്നത്. അതിൻ്റെ ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അതൊക്കെ വേണമെങ്കിൽ വയർഡായിട്ട് കിട്ടും, വയർലെസ് ആയിട്ട് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഓട്ടോ AC അവൈലബിൾ അല്ല. അതിന് വരെ മാനുവൽ AC ആണ് വരുന്നത്. പക്ഷേ ESPയും സംഭവങ്ങളൊക്കെ ഓഫ് ചെയ്യാനുള്ള കൺട്രോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ
അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് ആംബ്രസ്റ്റും ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അത് ലെതർ ഫിനിഷിലൊന്നും അല്ല എന്നേ ഉള്ളൂ. പിന്നെ റൂഫിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാനുവൽ ഡേ നൈറ്റ് ടയർ റീംസും അതുപോലെ തന്നെ ക്യാബിൻ ലൈറ്റും എല്ലാം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സീറ്റ്സ് ഇതിനകത്ത് കിട്ടുന്നതും ഫാബ്രിക് ഫിനിഷിലാണ്. അത് ബേസ് മോഡലും ഇതിലൊക്കെ ഫാബ്രിക് ഫിനിഷാണ്. പക്ഷേ ഈ ഒരു വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഡുവൽ ടോൺ സീറ്റ്സിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസമാണ് വരുന്നത്. ബേസ് മോഡൽ മൊത്തം ബ്ലാക്ക് ആണ്. ഇനി റിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അതുപോലെ തന്നെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് എല്ലാം കാണാൻ പറ്റും. റിയർ ആംറസ്റ്റ് ഈ ഒരു വേരിയൻറ്റിൽ അവർ കൊടുത്തിട്ടില്ല, അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. പക്ഷേ റിയർ ആംറസ്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ തൊട്ടുമുള്ളത് സിഗ്നേച്ചർ പ്ലസിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ റിയർ AC വെൻസും കൊടുത്തിട്ടുണ്ട്. ഇത് ബേസ് മോഡലില്ല. അതുപോലെ ബേസ് മോഡൽ നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ആംറസ്റ്റും അവൈലബിൾ അല്ല. സോ അതൊക്കെ ഈ ഒരു വേരിയൻറ്റിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ അഗൈൻ ESP, ട്രാക്ഷൻ കൺട്രോൾ, ഈവൻ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരെ നമുക്ക് ഇതിനകത്തുണ്ട്. 6 എയർ ബാഗ്സ് പിന്നെ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ആ കാര്യത്തിലും ഒരു ചോദ്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലെല്ലാം കംപ്ലീറ്റ്ലി ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണിത്. ആകപ്പാടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറ മാത്രം വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ കളേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. പക്ഷേ എന്നാലും ഡീപ്പ് ബ്ലാക്കും അതുപോലെ തന്നെ ലാവ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറുണ്ട്. ഇത് രണ്ടും ഓപ്ഷനിലാണ്. ഇതിൻ്റെ തൊട്ടുമുള്ള സിഗ്നേച്ചർ പ്ലസ് നോക്കിയാലും അവിടെ ലാവ ബ്ലൂ ഓപ്ഷനാണ്. ടോപ്പ് മോഡൽ മാത്രമേ നമുക്ക് എല്ലാ കളേഴ്സിൻ്റെയും ഓപ്ഷൻ കിട്ടുന്നുള്ളൂ. ബേസ് മോഡൽ ആകെ 3 കളർ മാത്രമേ ഉള്ളൂ. അവിടെ ഓപ്ഷനിലായിട്ടും വേറെ കളർ കിട്ടില്ല. ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അഡീഷണൽ പൈസ കൊടുത്ത് എടുക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു വേരിയൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഇൻഫാക്ട് ഈ വാഹനത്തിന് തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഇവർ MPI എഞ്ചിനൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഡയറക്റ്റ് TSI എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അതായത് ഇതൊരു GDI ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ്. 1 ലിറ്റർ TSI ആണ് വരുന്നത്. 3 സിലിണ്ടർ ആണ്. പക്ഷേ എന്നാലും നമുക്ക് ടർബോ ചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ 115 PS പവറും 178 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും കിട്ടുന്നുണ്ട്. വളരെ നല്ല എഞ്ചിനാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ എടുക്കുകയാണെങ്കിൽ ദി ബെസ്റ്റ് എഞ്ചിൻ എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും. ഇതും പിന്നെ മഹീന്ദ്രയുടെ GDI എഞ്ചിനാണ് നമുക്ക് കമ്പാരബിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷേ മഹീന്ദ്രയുടെ GDI എഞ്ചിൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ബേസ് മോഡലൊന്നും ഇല്ല. പക്ഷേ സ്കോഡ എന്തായാലും ഈ ഒരു എഞ്ചിൻ ബേസ് മോഡൽ മുതൽ തന്നെ കൊടുക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. അതിലൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ബേസ് മോഡൽ തന്നെ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് AMT ഒന്നും അല്ലാത്തതുകൊണ്ട് അതും കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിൽ കുറേ പേര് AMT കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രോപ്പർ ഓട്ടോമാറ്റിക് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ തന്നെയാണ്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ സിഗ്നേച്ചർ മാനുവൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ആൻഡ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് 9.59 lakhs ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10.59 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഏകദേശം ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് സിഗ്നേച്ചർ മാനുവൽ ആണെങ്കിൽ 11.35 lakhs അതുപോലെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 12.5 lakhs അടുത്തായിട്ട് വരും. ഇത് കറക്റ്റ് പ്രൈസ് അല്ല. കറക്റ്റ് പ്രൈസ് കിട്ടുന്നത് നിങ്ങൾ ഡീലർഷിപ്പിൽ പോകണം. എന്നാലും ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ് ആണ്. ഈ ഒരു പ്രൈസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് 12 lakhs അടുത്തൊക്കെ ആയിട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. മാത്രമല്ല നമുക്ക് നല്ല ഗിയർ ബോക്സ് ആൻഡ് ട്രാൻസ്മിഷൻ കോമ്പിനേഷനാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്നത്. ബൈ ദ വേ ഈ വാഹനത്തിൽ ക്രൂസ് കൺട്രോൾ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സും ഈ വാഹനത്തിലുണ്ട്. ആകപ്പാടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ AC തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മിസ്സിംഗ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഡാഷ്ബോർഡ് ആണെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഫിനിഷിലാണ് വരുന്നത്. സോ തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വേരിയൻ്റ് തന്നെയാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് മാനുവൽ ആണെങ്കിൽ 12 lakhs താഴെയും ഓട്ടോമാറ്റിക് ആണെങ്കിൽ 12 lakhs മുകളിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ. ഗൈസ്, അപ്പോൾ ഇതാണ് സ്കോഡ കൈലാക്കിൻ്റെ സെക്കൻഡ് ബേസ് മോഡലിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.